നമ്മുടെ നാട്ടിലെ യുവതലമുറ ഇവിടെ പഠിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിദേശത്ത് പഠിച്ചു വളർന്ന് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ വന്ന് ഒരു സംരംഭം ആരംഭിച്ച അജ്മൽ അബ്ദുൽ സലാമിനെയും അദ്ദേഹത്തിന്റെ സംരംഭമായ റാസി എനർജി അസോസിയേറ്റ്സിനെയുമാണ് ഇന്ന് നമ്മൾ ബിസ് സ്റ്റോറീസിലൂടെ പരിചയപ്പെടുത്തുന്നത്. ബിസ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് അജ്മലിനെ സ്വാഗതം ചെയ്യാം. അജ്മൽ, വെൽക്കം ടു ബിസ് സ്റ്റോറീസ്. താങ്ക് യു. അതായത് അജ്മലിന്റെ ബിസിനസ് സോളാർ എനർജി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നമുക്ക് അജ്മലിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് പറഞ്ഞു പോകാം. അജ്മൽ പഠിച്ചതൊക്കെ വിദേശത്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അജ്മലിൻ്റെ തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ജനിച്ചത് വിദേശത്ത് തന്നെ ആയിരുന്നു? അതെ, അപ്പോൾ ഞാൻ ജനിച്ചത് വിദേശത്തായിരുന്നില്ല, നാട്ടിൽ തന്നെയായിരുന്നു. തൃശ്ശൂരായിരുന്നു ജനനം. എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. ഞാനൊരു 2.5 വയസ്സ് ഉള്ളപ്പോഴാണ് ദുബായിലോട്ട് പോകുന്നത്. ഫാദർ അവിടെ ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ 30 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. പുള്ളി ഇപ്പോൾ തിരിച്ച് നാട്ടിൽ എത്തിയിട്ടുണ്ട്, റിട്ടയർ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിങ് മൊത്തം ദുബായിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, അതായത് ഫാദറിൻ്റെ ഫാമിലി ഒപ്പം ദുബായിലായിരുന്നു? അതെ. അപ്പോൾ +2 എങ്ങനെ, എത്ര വരെ ആയിരുന്നു ദുബായിലുണ്ടായിരുന്നത്? ദുബായിൽ +2 വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ദുബായ്. പിന്നീട് ഡിഗ്രി കാര്യങ്ങളൊക്കെ? ഡിഗ്രി ഞാൻ ഖത്തറിൽ എൻ്റെ അമ്മായി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു കോളേജിൽ അപ്ലൈ ചെയ്ത് അവിടെ കിട്ടി. അവിടെ പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പെട്രോളിയം എഞ്ചിനീയറിംഗ്. അതെ. അതായത് ഇപ്പോൾ ചെയ്യുന്ന ജോലിയുമായിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് വലിയൊരു ബന്ധമൊന്നുമില്ല? ഇല്ല. ജോലി ചെയ്തിരുന്നു? അതായത് പെട്രോളിയം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു അടുത്ത സ്റ്റെപ്പ്? എന്തായിരുന്നു? പെട്ടെന്ന് തന്നെ അതോ ജോലിയായിരുന്നു? അതെ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷത്തോളം ദോഹയിൽ തന്നെ ഒരു ഓയിൽ ഫീൽഡ് സർവീസസ് കമ്പനിയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. അതിന് ശേഷമാണ് എന്താണ് അടുത്തത് എന്ന ചിന്തയിൽ റിന്യൂവബിൾ എനർജിനെ കുറിച്ച് ചിന്തിക്കുന്നതും UK ചില ഡിഗ്രീസ് അപ്ലൈ ചെയ്യുന്നതും ആ സമയത്താണ്. ഓക്കെ, അതായത് റിന്യൂവബിൾ എനർജിയും നോൺ റിന്യൂവബിൾ എനർജി ആയിട്ടുള്ള ഒരു ബന്ധം അജ്മലിനുണ്ട്. അതായത് പഠിച്ചതൊക്കെ നോൺ റിന്യൂവബിൾ എനർജിയും പിന്നീട് റിന്യൂവബിൾ എനർജിയിലേക്കും വന്നു അല്ലേ? അതെ. ഓക്കെ, ദോഹയിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു പെട്രോളിയം കമ്പനിയിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ സോളാറിൻ്റെ ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയായിരുന്നു വരവ്? അപ്പോൾ നമ്മൾ 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം UK മാസ്റ്റേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്തു, കിട്ടി. അവിടെ 1 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. ആ ഒരു ഡിഗ്രി റിന്യൂവബിൾ എനർജിയിലായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ റിന്യൂവബിൾ എനർജിയിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ സാധ്യതകൾ സോളാർ ഫീൽഡിലായത് കാരണം അതിലോട്ടാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഫുൾ ടൈം ജോബ് കിട്ടുന്നത്. ജോബ് എവിടെയായിരുന്നു? ജോബ് UAE കിട്ടുന്നത്. അതിന് മുമ്പ് 1 വർഷത്തോളം 2 ഇൻറ്റേൺഷിപ്പുകളായിട്ട് ഞാൻ ചെയ്തിരുന്നു. ഒരെണ്ണം ഇന്ത്യയിലും ഒരെണ്ണം UAE-ലും. ഓക്കെ, പിന്നീട് ജോലിക്കായിട്ട് UAE-ലേക്ക് വീണ്ടും പോയി? അതെ. ഓക്കെ, അവിടെ എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു?